ഹായ്, വെൽക്കം ടു AZB അക്കാഡമി. AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് അനുരാജ്. ഞാനിന്ന് വന്നിരിക്കുന്നത് SSCയുടെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി എന്താണ് SSC MDSൻ്റെ റിസൾട്ട്, SSC MDS ഹവീൽദാർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ റിസൾട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമുക്കറിയാം. എങ്ങനെ നമുക്ക് റിസൾട്ട് എവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെവിടെ കാണാം, നമുക്ക് ഒഫീഷ്യലി SSCയുടെ സൈറ്റ് ആയിട്ടുള്ള ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിനകത്ത് ഇവിടെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ത് എല്ലാ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, അപ്ഡേറ്റുകളും. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഈ PDF എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡേറ്റാസ് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൂടുതൽ ഡേറ്റാസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. MDSൻ്റെ റിസൾട്ട് താണ്ടെ കഴിഞ്ഞ നടന്ന MDSൻ്റെ അതിൻ്റെ PST PET ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എത്ര വേക്കൻസീസ് ഉണ്ടായിരുന്നു നമുക്കറിയാം. ഇപ്പം ഇതിനകത്ത് നോക്കുവാണെങ്കിൽ URന് 448 വേക്കൻസി, അതിൻ്റെ 8 മടങ്ങ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വേക്കൻസിയുടെയും 8 മടങ്ങാണ് 8 മടങ്ങ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ട്, PST PETയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ വന്ന കട്ട് ഓഫ് മേടിച്ചാൽ നമുക്ക് ജോലി കിട്ടുമെന്നല്ല പറയുന്നത്, ഈ കട്ട് ഓഫ് PST PETയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും കൂടുതൽ മാർക്ക് നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കണം നമുക്ക് ഈ ജോലി കിട്ടണമെങ്കിൽ. അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളവരെല്ലാം എന്ത് ചെയ്യുക, കിട്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത പ്രോസസ്സായിട്ടുള്ള PST PETയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കട്ട് ഓഫ് ഒന്നറിയാം ഇല്ലേ, നമുക്ക് നമ്മുടെ അടുത്തുള്ള, ഇപ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ വെക്കാൻ സാധ്യതയുള്ള എവിടെയൊക്കെയാണ്, നമ്മൾ തിരുവനന്തപുരം വെക്കാൻ സാധ്യതയുണ്ട്, ചെന്നൈ വെക്കാൻ സാധ്യതയുണ്ട്, ബാംഗ്ലൂർ വെക്കാൻ സാധ്യതയുണ്ട്, ബാക്കിയുള്ളവരടുത്തും വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഈ ഏരിയയിലെ കട്ട് ഓഫ് നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ തിരുവനന്തപുരത്തെ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം UR ഹവീൽദാറിന് എത്രയാണ്, 42 പേരാണ് കേട്ടോ ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കുന്നത്. കട്ട് ഓഫ് എത്ര വന്നിരിക്കുന്നത് നോക്കിയേ, 120.4. 120.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150-ലാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ 25 GKയും 25 ഇംഗ്ലീഷും, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച്, അങ്ങനെ 150 മാർക്ക്. ഓക്കെ, അപ്പോൾ 150-ൽ ജനറലിന് വന്നേക്കുന്നത് എത്ര, 120 മാർക്കാണ് വന്നേക്കുന്നത്. അതിൽ 75 മാർക്കാണ് നമുക്ക് GKക്ക് ഫുള്ളുള്ളത്. അതിൽ 61 കേട്ടോ കട്ട് ഓഫ് വന്നേക്കുന്നത്. അതിലെത്രയാണ് വന്നേക്കുന്നത്, 61 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മളിപ്പോൾ ജനറലിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ OBC ആകുമ്പോഴോ, OBCക്ക് വലിയ മാറ്റമുണ്ടോ, OBCക്ക് 112 OBCക്ക് 112. EWSൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കസ്റ്റംസ്, ഹവീൽദാർ കസ്റ്റംസിൻ്റെ നോക്കിയേ എത്ര, 28 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, 118 എന്ത് വന്നിട്ടുള്ളത്. ഇതൊക്കെ താരതമ്യേന കുറഞ്ഞ കട്ട് ഓഫുകളാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഇത് ഹൈ കട്ട് ഓഫ് ആണെന്ന്. MDSൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് ചില സ്ഥലങ്ങളിൽ 140-ന് മുകളിൽ കട്ട് ഓഫ് വന്ന സ്ഥലങ്ങളുണ്ട്. 150-ൽ 140+ എന്ന് വെച്ചാൽ നമ്മൾ 50 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ 48 അല്ലെങ്കിൽ 47 ഒക്കെ ശരിയാക്കേണ്ട സ്ഥലങ്ങളും വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കോമ്പറ്റീഷൻ ചില സംസ്ഥാനങ്ങളിൽ. അപ്പം ഈ സെക്ടറുകൾ വെച്ചവർക്കൊക്കെ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ കട്ട് ഓഫുകളാണ് വന്നിട്ടുള്ളത്. ചെന്നൈ നോക്കിയേ, ചെന്നൈ ആണെങ്കിൽ UR 91 വരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ് വന്നിട്ടുള്ളത്, 118. താരതമ്യേന കുറഞ്ഞ കട്ട് ഓഫാണ് അത്. ഈ മാർക്ക് മേടിച്ച ജോലി കിട്ടുമെന്നല്ല, ഇതിനേക്കാൾ നമ്മളൊരു പ്ലസ് കുറച്ച് മാർക്ക് നമ്മൾ മേടിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെയാണത്. ബാംഗ്ലൂർ UR 21 വരെ സെലക്ട് ചെയ്തത്, 128. ഓക്കെ, നിങ്ങൾക്ക് കട്ട് ഓഫിൻ്റെ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളെന്താണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് തന്നെ എന്താണ് നമുക്ക് എളുപ്പമാണ്. ഈ MDSൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ മാത്സ് ഇച്ചിരി പാടാന്നൊക്കെ തോന്നുന്ന ആൾക്കാർ, നിങ്ങൾക്ക് MDS ഒരു നല്ല ഓപ്ഷനാണ്. കാരണം 10th ക്വാളിഫിക്കേഷൻ MDSൻ്റെ. ഇംഗ്ലീഷിനും നമ്മുടെ GKക്കും മാത്രമേ നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യത്തുള്ളൂ. മാത്സും റീസണിങ്ങും കൂടെ ചേർത്ത് 40 ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര മതി, 12 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 30% മാർക്ക്. ക്വാളിഫയിങ് നേച്ചറേ ഉള്ളൂ. 12 ക്വസ്റ്റ്യൻ ശരിയാക്കിയ ഒരാൾക്ക് എന്താണ് ആ സെക്ഷൻ 1 എന്ന് പറയുന്ന സംഭവത്തിൽ പിന്നെ നോക്കിയേ വേണ്ട. അപ്പോൾ മാത്സും റീസണിങ്ങും എന്താണ് ഇവിടെ ജസ്റ്റ് നമുക്ക് ക്വാളിഫയിങ് നേച്ചർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് അപ്പം നന്നായിട്ട് പഠിക്കണം, GK നമ്മളപ്പം നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇംഗ്ലീഷ് നമുക്ക് നന്നായിട്ട് പഠിക്കണം. എന്താണ് നമ്മുടെ സിനോണിം, അനോണിം, ഗ്രാമർ എല്ലാം ഇംഗ്ലീഷിൽ നമുക്ക് മാർക്ക് പോകാൻ പാടില്ല. കാരണം GKന്ന് ചിലപ്പോൾ അവർക്ക് നമ്മളൊന്ന് കുഴപ്പിക്കാൻ പറ്റും. ഇപ്പോൾ GKന്ന് നമുക്ക് മിസ്സാവുന്ന മാർക്ക് നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് കവർ ചെയ്തിരിക്കണം. അപ്പോൾ എന്താണ് നിങ്ങൾ അടുത്ത MDS നമുക്കിപ്പോൾ വിളിക്കാൻ ടൈം ആയിട്ടുണ്ടല്ലേ. അടുത്ത MDS നമ്മുടെ ഈ സൈക്കിളിൽ, ഈ കലണ്ടറിൽ
അടുത്ത MDS നമ്മളെ വിളിക്കും. അടുത്ത MDS വിളിക്കുന്ന ടൈമിൽ നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്തിരിക്കണം, ഇപ്പോഴേ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരിക്കണം അടുത്ത MDSന് വേണ്ടിയിട്ട്. ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പേ കമ്മീഷൻ വരുമ്പോഴത്തേക്കും മിനിമം സാലറി എത്ര ആവും, 50K അടുത്ത് ആവും. അപ്പോൾ നമുക്ക് എന്താണ് MDS ആയിട്ട് കയറിയാലും നല്ലൊരു സാലറി ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നമുക്ക് കയറിക്കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം വഴി നിങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ മുകളിലേക്ക് പോകാൻ സുഖമായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾ മുൻകൂട്ടി കണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അല്ലാണ്ട് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഡേറ്റ് വന്നതിന് ശേഷം ഞാൻ പഠിക്കുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കിട്ടുന്ന പോസ്റ്റുകളല്ല ഇന്ന് എല്ലാവരും പഠിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും എന്താണ് ഒരു ഗവൺമെൻറ് ജോലി, സെക്യൂർ ജോലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ദിവസം 6 മണിക്കൂർ 7 മണിക്കൂർ പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ അവരുമായിട്ടൊക്കെ അവരുമായിട്ടെല്ലാം കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഔട്ട് സ്മാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് മുമ്പേ തുടങ്ങണം. നമ്മൾ അവർക്ക് മുമ്പേ പ്രിപ്പറേഷൻ തുടങ്ങി, ഞാൻ ഒരു തവണ ശ്രമിച്ചു എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമുക്കൊരു ഗവൺമെൻറ് ജോലി അടിക്കാമെന്ന് വിചാരിക്കരുത്. 6 മാസത്തിൽ ഈ ഗവൺമെൻറ് ജോലി കിട്ടുന്നവരുണ്ടാവും, 3 വർഷം കഷ്ടപ്പെട്ട് കിട്ടുന്നവരുണ്ടാവും. ഓക്കെ, അപ്പം ഇതിനകത്തൊരു ലക്ക് ഫാക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിലും പക്ഷെ നമ്മളുടെ എന്താണ് ബാക്കി നമ്മളെടുക്കുന്ന വർക്കാണ്. നമുക്ക് 6 മാസത്തിൽ വേണം ഇത് ക്രാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്രയ്ക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴ്സ്, ഇപ്പോൾ MDSന് വേണ്ടി സെപ്പറേറ്റ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി തരാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്താണ്, നമുക്ക് റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ചുണ്ട്. ഫൗണ്ടേഷൻ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിനകത്ത് നമുക്ക് എല്ലാം CGL, CHSL, MDS, CPO, GD ഇതിനെല്ലാം കവർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ഇത്. ജനറൽ അവയർനെസ് മാറ്റമുണ്ട് ഇതിനകത്ത് എല്ലാം. ഈ പറഞ്ഞ എക്സാമുകളിൽ എന്തെങ്കിലും ജനറൽ അവയർനെസ്സിന് ഒരു മാറ്റവും ഇല്ല. ഈ പറഞ്ഞൊരു എക്സാമിലും ഇംഗ്ലീഷ് ഇല്ല റെയിൽവേക്ക്, അത് മാത്രമുള്ളൊരു മാറ്റം. റീസണിങ്ങിൽ മാറ്റമുണ്ടോ, ഇല്ല. മാത്സിൽ മാറ്റമുണ്ടോ, ഇല്ല. ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ല. കൂടാണ്ട് നമ്മൾ SSCക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് GDക്ക് ഇവിടെ ബാച്ചുണ്ട്, MDSന് ബാച്ചുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും ഈ കോഴ്സിനെ കുറിച്ച് MDS എനിക്ക് സാർ എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അറിയില്ല, ഞാനൊരു ബിഗിനറാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ടീമിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ടാവും. അതേപോലെ ഞാൻ ഇതിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ BSF RORM ആരെങ്കിലുമൊക്കെ പാസ്സായി, ഫിസിക്കൽ പാസ്സായി നിൽപ്പുണ്ടെങ്കിൽ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നിൽപ്പുണ്ടായിരിക്കുള്ളൂ. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പാസ്സായി നിൽപ്പുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യിപ്പിക്കുക. കാരണം മലയാളത്തിൽ ക്ലാസ് ഇല്ല വേറെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. അപ്പം നിങ്ങളുടെ ഒരു എന്താണ്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിനൊരു ബാച്ച് തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി വെക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത SSCയുടെയോ PSCയുടെയോ എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മളെല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.